ഞാനിങ്ങനെ നിയമസഭാ പ്രസംഗമൊക്കെ കേൾക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പിഷാരടിയുടെ പ്രസംഗം കേൾക്കാനിടയായത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാൻ തോന്നിയില്ല, മുഴുവൻ കണ്ടാണ് വൈൻഡപ്പ് ചെയ്തത്. നമുക്കറിയാമല്ലേ, കോമഡി കൊണ്ട് മലയാളികളെ മുഴുവൻ കയ്യിലെടുത്ത ഒരു കലാകാരനാണ് പിഷാരടി. കോമഡി തന്നെ ഒരു വേറൊരു രീതിയിലുള്ള വ്യത്യസ്തത കൊണ്ടുവന്ന് ആളുകളുടെ ഒരു പ്രിയം ഏറ്റുവാങ്ങിയ ഒരാളാണെന്ന് തന്നെ പറയാം. അപ്പോൾ പിഷാരടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവ് കമൻസും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സെയിം സാധനം തന്നെ, ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്ത് കാട്ടാനാ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും പ്രസംഗവും കേൾക്കുമ്പോൾ പിഷാരടിക്ക് രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ സംസാരം മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പ്രവൃത്തി വേണം എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടോ, എന്നിട്ട് കമന്റ് ചെയ്യും. ഇന്ത്യൻ ഓഫീസിൽ ചായ കൊടുക്കാൻ പോയി ഇപ്പൊ ആ ചേട്ടൻ ചായ വെച്ചിട്ട് കൈ ഒറ്റ കുട ഉടഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാ? ചായ കൊടുത്ത് എന്റെ കൈ കഴിച്ചു. കാരണം 10 വർഷം ഈച്ചയും പൂച്ചയില്ലായിരുന്ന സ്ഥലമാണ്, ഇപ്പൊ നിറച്ച ആളാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സ്റ്റാഫുള്ള പയ്യനും അതേപോലെ ഓഫീസിൽ നിന്ന് കാണിച്ചു, കുറെ നിവേദനം കൊണ്ടെത്തന്നിട്ട് അവനും കൈ ഉടഞ്ഞിട്ട് പോവാണ് സാർ. അപ്പോ ജനങ്ങളുടെ ഇത്രയും വരുന്ന ഒരു ആവശ്യം, ഞാനിതിൽ പഠിച്ചു നോക്കിയപ്പോ ഇത്ര 100 ദിവസം കൊണ്ട് 4000 ആകുമ്പോൾ 1890 അത് എത്രയാണ്? അപ്പൊ അതിനെ പരിഗണിക്കാനും അതിനെ വായിക്കാനും കൃത്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അയക്കാനും പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളെ നമുക്ക് നിയോഗിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഓഫീസിലും. അത് MLA സ്റ്റാഫ് എന്നാണ് പറയുന്നതെങ്കിലും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് എന്ന്. കാരണം 50 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യാവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം. അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJPക്ക് അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയമെന്ന ബോധ്യമുള്ള എനിക്ക് ഒരു പൗരനെന്ന നിലയിൽ എന്റെ പൗരബോധത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റെല്ലാവരും എതിർക്കപ്പെടേണ്ടതാണെന്നും മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും മറ്റാരും ശരിയല്ലെന്നും നമ്മൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും ഒരു വർഗീയത തന്നെയാണ്. ഞാനിപ്പോ ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്, മറ്റാരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തന്നെ പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF-കാരൻ എന്നോട്, നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല, തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ. ഞാൻ ഇതെന്താ ഇവരെങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനീഷിന് ചോറ് കൊടുത്തതിന്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും ഇൻക്ലൂസീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് സാധിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു.